ഔപചാരികമായ ഒരു ആമുഖ സ്വാഗത പ്രസംഗത്തിനായി ഞാൻ CJ രാജേഷ് സാറിനെ വിളിക്കുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് സൊസൈറ്റി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ശരിക്ക് സാംസ്കാരിക വിനിമയം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഇത് തുടങ്ങിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്ക് അവസരം കിട്ടാൻ, നമ്മൾ അറിയാതെ പോകുന്ന അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലാണ് നാം ഇത് തുടങ്ങിയത്. ഇപ്പോൾ വാട്സാപ്പും മറ്റും വന്നതുകൊണ്ട്, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് ഞങ്ങൾക്ക് ജോലി കുറവാണ്. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് ക്ഷേമനിധി, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമനിധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ശ്രമങ്ങളാണ് ട്രൂ ഇന്ത്യൻ ആദ്യം തുടങ്ങിയത്. അതിനൊരുപാട് റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അത് കേരള ഗവൺമെൻറ് തന്നെ അത്തരം ഉദ്യോഗസ്ഥന്മാരെ വച്ച് കേരളത്തിന് പുറത്ത് NGOകളെ വച്ച് പ്രവർത്തിപ്പിക്കുന്ന, ബോധവൽക്കരണം നടത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥകമാണ്. പിന്നെ നൃത്തരംഗത്താണെങ്കിലും സാഹിത്യരംഗത്താണെങ്കിലും സംഗീത രംഗത്താണെങ്കിലും കഴിയുന്ന അത്ര പ്രതിഭകളെ നമുക്കിന്ന് ആൾക്കൂട്ടം എന്ന് പറയാനുള്ളതില്ല. എങ്കിൽ പോലും നമ്മളുടെ കൺസെപ്റ്റുകൾ, നമ്മൾ സാധാരണഗതിയിൽ ഐഡിയകൾ, കൺസെപ്റ്റുകൾ സമൂഹത്തിലേക്ക് തൊടുത്തുവിടുന്ന ഒരു സംഘടനയായിട്ടാണ് നമ്മളെ അറിയപ്പെടുന്നത്. ക്ഷേമനിധി കൊണ്ടുവന്നപ്പോഴും ഒരുപാട് വിമർശനങ്ങളുണ്ടായി. അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ഷേമനിധി ഇല്ല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് മുംബൈയിലേന്നല്ല, കേരളത്തിന് പുറത്തുള്ള എല്ലാ സംഘടനകളും അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ബോധവൽക്കരണ ശ്രമങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു കാഴ്ച, ഒരനുഭവം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രൂ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് സൊസൈറ്റി എന്നാണ് നമ്മുടെ പേര് തന്നെ. നമ്മൾ ഇൻഫർമേഷനും ഗൈഡൻസും മറ്റുള്ളവർക്ക് ആവശ്യമായ രീതിയിൽ നൽകുന്ന ഒരു സംഘടനയാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുറേ ഗസ്റ്റുകൾ ഇന്ന് ബ്ലോക്കിൽ പെട്ടു നിൽക്കുകയാണ്. ശ്രീ PR കൃഷ്ണൻ സാർ അടക്കം വേദിയിൽ അലങ്കരിക്കേണ്ട ഒരുപാട് പേര് ഇന്ന് ബ്ലോക്കിലാണ്. അവരൊക്കെ സമയാസമയങ്ങളിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പക്ഷേ ശ്രീ വർഗീസ് ഡാനിയൽ സാറിനടക്കം മറ്റു പല പരിപാടികളിലും പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങാൻ തീരുമാനിച്ചത്. പലരും നേരത്തെ എത്താമെന്ന് പറഞ്ഞു. നമ്മുടെ മോഹൻ നായർ അടക്കം ഇപ്പോഴാണ് എത്തുന്നത്. എല്ലാവർക്കും സ്വാഗതം, ആശംസ. ഡോംബുവില്ലി കേരളീയ സമാജം ചെയർമാൻ ശ്രീ വർഗീസ് ഡാനിയൽ സർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഡോംബുവില്ലി കേരളീയ സമാജം. നമ്മൾ എല്ലാ വർഷവും അതിൻ്റെ പ്രതിനിധികളെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് നമ്മളുടെ സ്നേഹോപകാരം, നമ്മുടെ ചെറിയ പൂച്ചെണ്ട് നൽകുന്നതിന് ശ്രീ TR ചന്ദ്രൻ സാറിനോട് അപേക്ഷിക്കുന്നു. സ്വാഗതം പറയുന്നതിനിടയിൽ തന്നെ നമ്മളിവിടെ ഈ ശശി ടെക് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയുടെ ഇതിൽ നമ്മുടെ ഫോട്ടോകൾ പെട്ടെന്ന് സ്കാൻ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോകൾ കിട്ടാനായിട്ട് ആരും സംഘാടകരെ സമീപിക്കേണ്ടതില്ല. അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കോപ്പി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള ഒരു സംവിധാനമുണ്ട്. സംശയമുണ്ടെങ്കിൽ അവർ തന്നെ അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളതും സ്വാഗതം ചെയ്യാനുമുള്ളത് ശ്രീ P ചന്ദ്രകുമാർ സാറിനെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. 14 വയസ്സിൽ സഹസംവിധായകനായി, 18 വയസ്സിൽ സംവിധായകനായി മലയാളക്കര മുഴുവൻ അറിയുന്ന ഒരു പ്രതിഭയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഉള്ള വിശദീകരണവും ആങ്കറിങ്ങും നമുക്ക് അദ്ദേഹത്തിനുള്ള അവാർഡ് ദാനത്തിൻ്റെ സമയത്ത് വിശദീകരിക്കാമെന്ന് കരുതുന്നു. അദ്ദേഹത്തിനാണ് ഇന്ന് ട്രൂ ഇന്ത്യൻ ചന്ദ്രപ്രഭ പുരസ്കാരം നൽകുന്നത്. ചന്ദ്രപ്രഭയ്ക്ക് മുമ്പ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുകുമാരി സ്മാരക പുരസ്കാരമാണ്.
അതിനുവേണ്ടി അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കവിയൂർ പൊന്നമ്മയും ഊർമിള ഉണ്ണിയും KR വിജയും വത്സല മേനോനും ഒക്കെ വന്ന് വളരെ പവിത്രമായ ഒരു വേദിയാണിത്. ആ വേദിയിൽ നിന്ന് അവാർഡ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു പുരസ്കാരം, അല്ലെങ്കിൽ വേദിയിൽ വരാൻ ഒരുപാട് പേര് എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ട് ഇരിക്കാറുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് ശ്രീ TR ചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു പൂച്ചെണ്ട് നൽകുന്നതിന്. പുനലൂർ സോമരാജൻ സാറിനെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ കാണാൻ വന്നവർക്ക്, കേൾക്കാൻ വന്നവർക്ക് എല്ലാം അറിയുന്നതാണ്. അദ്ദേഹവും ഇന്ന് നമ്മളുടെ ആദരവിന് പാത്രമാകേണ്ട ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ആ സമയത്ത് നൽകാമെന്ന് കരുതുന്നു. എങ്കിലും സ്നേഹവും വാത്സല്യവുമൊക്കെ കൂട്ടിക്കലർത്തി മനുഷ്യ ജീവിതങ്ങൾക്ക് ഒരത്താണി, ഒരിടം, ഒരു കൂട് ഇതൊക്കെ ഒരുക്കുന്നതിൽ മഹാമനസ്കനായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മൂർത്തിരൂപമായ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് ശ്രീ TR ചന്ദ്രനെ ക്ഷണിക്കുന്നു. സോമരാജൻ സാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നപ്പോൾ ഒരുപാട് വിളികളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുംബൈ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ ഉപേന്ദ്ര കെ മേനോനെ സ്വാഗതം ചെയ്യുന്നതിന്, പൂച്ചെണ്ട് നൽകുന്നതിന് ശ്രീ TR ചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. മറ്റൊരാൾ KP വിനയൻ സാറാണ്. മുംബൈ സാഹിത്യവേദി എന്ന ഒരുപാട് വർഷത്തെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുംബൈ സാഹിത്യവേദി, അതിൻ്റെ നിലവിലെ കൺവീനറാണ് അദ്ദേഹം. മുംബൈ സാഹിത്യ ബന്ധമുള്ള എല്ലാവർക്കും അറിയുന്ന അദ്ദേഹത്തിനെ, മുംബൈ സാഹിത്യവേദിയുടെ പ്രതിനിധിയായി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന് എൻ്റെ പ്രത്യേക നന്ദി കൂടിയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് ശ്രീ TR ചന്ദ്രൻ സാറിനെ ക്ഷണിക്കും. എൻ്റെ ശ്രദ്ധ ഒരു നിമിഷം മാറിപ്പോയി, അതുകൊണ്ടാണ് വാചകങ്ങൾ ഉടഞ്ഞുപോയത്. നമ്മളേവരും പ്രതീക്ഷിക്കുന്ന ശ്രീ PR കൃഷ്ണൻ സാർ എത്തുന്നുണ്ട്. അപ്പം എൻ്റെ കണ്ണ് അങ്ങോട്ട് പോയത് കൊണ്ടാണ് എൻ്റെ വാക്കുകൾക്ക് തടസ്സം വന്നത്. ശ്രീ PR കൃഷ്ണൻ സാർ സ്റ്റേജിലേക്ക് വരണം, വേദിയിലേക്ക് വരണം. മുംബൈയിലെ ട്രേഡ് യൂണിയൻ രംഗത്തെ അതികായകനായ, പക്ഷെ ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചിരി മതി. വാത്സല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി മതി അദ്ദേഹം. പക്ഷെ അതുപോലെ തന്നെയാണ് സ്നേഹവും. ഒരുപാട് ദൂരെ നിന്നാണ് ഇന്ന് അദ്ദേഹം ട്രൂയിൻ്റെ ഒരു ചെറിയ സ്നേഹപുഷ്പം വാങ്ങിക്കാൻ ഇവിടെ വരെ എത്തിയത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് ശ്രീ TR ചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ബാക്കി മിനി വേണുഗോപാൽ പറയും. മിനിയാണ് ഇന്നത്തെ നമ്മുടെ അവതാരക. മിനി MA മലയാളം കഴിഞ്ഞ് BEd കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഒരു ഫംഗ്ഷനിൽ, ശശികല ചേച്ചിയുടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ കണ്ടെത്തുകയും നമ്മുടെ പ്രോഗ്രാമിന് വരണമെന്ന് ക്ഷണിക്കുകയും ചെയ്തത്. മിനി നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിക്കും. നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമായി, കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കും. മിനിക്ക് ഞാൻ കൈമാറുന്നു. അടുത്തതായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ദേവിക മോഹൻ നായരെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഉദ്ഘാടന ദീപവും തെളിയിക്കേണ്ടതാണ് അതിഥികളെല്ലാവരും. അഗജാനന പദ്മാർഗം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം
गजाननं भूतगणातिसेवितं कपिध्वजम्भो फलसारभक्षितम् उमासुतं शोकविनाशकारणम् नमामि विघ्नेश्वर पादपङ्कजम् नमामि विघ्नेश्वर पादपङ्कजम्. ഓരോ നിമിഷവും അനുഗ്രഹീതമാവട്ടെ, ഓരോ നിമിഷവും സന്തോഷഭരിതമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ട്രൂ ഇന്ത്യൻ ഡാൻസ് അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പുഷ്പാഞ്ജലി നൃത്തത്തോടെ നമുക്ക് തുടങ്ങാം. വേദിയിലെത്തുന്നത് ഗൗരി നായർ, ആകൃതിപ്രിയ.
വേദിക്കും സദസ്സിനും നമുക്ക് വന്ന എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ എന്ന കൺസെപ്റ്റിലാണ് ഈ പുഷ്പാഞ്ജലി നൃത്തം കോറിയോഗ്രാഫി ചെയ്തത്. ട്രൂ ഇന്ത്യൻ ക്രിയേറ്റീവ് വിങ് ഡയറക്ടർ കൂടിയായ അംബിക വാരസ്യാർ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. പറയാൻ മറന്നുപോയൊരു കാര്യം, ഞങ്ങൾക്ക് ഒരു ഡാൻസ് അക്കാദമിയുണ്ട് പാലവ സിറ്റിയിൽ. അവിടുത്തെ കുട്ടികളെ 2 പേരെ നമ്മൾ വിളിച്ചൊരു ഡാൻസ് ചെയ്യിപ്പിച്ചു, അത്രയേ ഉള്ളൂ. വരുന്ന അതിഥികൾക്കും സ്റ്റേജിനും എല്ലാം സൗഭാഗ്യങ്ങളുണ്ടാകട്ടെ എന്ന സങ്കല്പത്തിലാണ് ഈ പുഷ്പാഞ്ജലി ഡാൻസ് നാം കോറിയോഗ്രാഫി ചെയ്തത്. അടുത്തതായി ട്രൂ ഇന്ത്യൻ ഇൻഫോർമേഷൻ ആൻഡ് ഗൈഡൻസ് സൊസൈറ്റിയുടെ ചന്ദ്രപ്രഭ പുരസ്കാര സമർപ്പണമാണ്. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പ്രശസ്ത സംവിധായകൻ പി ചന്ദ്രകുമാറിനാണ് ഈ അവാർഡ് നൽകുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കുന്നതിനായി ശ്രീ TR ചന്ദ്രൻ സാറിനോടും ശ്രീ CJ വാര്യരോടും അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത് ട്രൂ ഇന്ത്യൻ ക്രിയേറ്റീവ് വിങ് ഡയറക്ടർ അംബിക വാരസ്യാരാണ്. മുമ്പേ നടന വൈഭവത്തിൻ്റെ പ്രതിനിധികളായി ബാലാജി, സുമാ മുകുന്ദൻ, വിജയ മേനോൻ എന്നിവരുടെ വിശിഷ്ട സാന്നിധ്യവും വേദിയിലുണ്ടായിരിക്കും. പി ചന്ദ്രകുമാർ ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള പ്രശസ്ത സംവിധായകൻ പി ചന്ദ്രകുമാർ പാലക്കാട് കൊല്ലാങ്കോട് സ്വദേശിയാണ്. ഒരു പരമ്പരാഗത വിഷവൈദ്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വിഷവൈദ്യം ബാല്യത്തിലെ സ്വായത്തമാക്കിയ അദ്ദേഹം ഒരു കഥകളി നടൻ കൂടിയായിരുന്നു. 12ാം വയസ്സിൽ കൊല്ലാങ്കോട് കൊട്ടാരത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ അദ്ദേഹം കഥകളി അവതരിപ്പിക്കുമായിരുന്നു. ഒരിക്കൽ വാസു ഫിലിംസ് വാസു സ്റ്റുഡിയോ ഉടമ വാസു മേനോൻ പാമ്പുകടിയേറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സ തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായി പിന്നീട് സിനിമാ ചരിത്രം തന്നെ മാറി. 14ാം വയസ്സിൽ ഉമ്മാച്ചു എന്ന സിനിമയിലൂടെ സഹസംവിധായകനായി എത്തിയ അദ്ദേഹം 19ാം വയസ്സിൽ സ്വതന്ത്ര സംവിധായകനായി മാറി സിനിമ മനസ്സൊരുമയിൽ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എന്നീ മേഖലകളിൽ മികവ് പുലർത്തിയ അദ്ദേഹം ഉടനെ പുറത്തിറങ്ങുന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയും അദ്ദേഹം സംവിധാനം ചെയ്ത ചെമ്മരത്തി പൂക്കും കാലം എന്ന സിനിമയിലും അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. സത്യനന്ദിക്കാട്, കമൽ രാജസേനൻ എന്നിങ്ങനെ പ്രതിഭാധനരായ ശിഷ്യന്മാരുടെ നീണ്ട തിരനെ അദ്ദേഹത്തിനുണ്ട്. 70ാം വയസ്സിലും സിനിമയുടെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള അറിവുകൾ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. 168 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള പി സുകുമാർ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള അസ്തമയം എന്ന സിനിമയിൽ ജയഭാരതിക്കും ഉയരും ഞാൻ നാടാകെ എന്ന സിനിമയിൽ മോഹൻലാലിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത ഗായിക KS ചിത്ര ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ഞാൻ ഏകനാണ് എന്ന സിനിമയിലാണ്. ചിത്രത്തിലെ സത്യനന്ദിക്കാട് രചിച്ച ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 1988 പി ചന്ദ്രകുമാർ ബൈബിൾ കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത ആദിപാപം ഏറ്റവും അധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമാണ്. 1996 സംവിധാനം ചെയ്ത മിനി ഏറ്റവും നല്ല കുടുംബക്ഷേമ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ഏറ്റവും നല്ല ബാലചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും നേടി. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത തുടികൊട്ട് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കരസ്ഥമാക്കി. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത അസ്തമയം, എനിക്ക് ഞാൻ സ്വന്തം, ശുദ്ധികലശം എന്നിങ്ങനെ 100ഓളം ചിത്രങ്ങൾ 100ഓളം ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടു. അങ്ങനെയൊരു ചരിത്രവും പി ചന്ദ്രകുമാറിനുണ്ട്. പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളും അറിവുകളുമുള്ള പി ചന്ദ്രകുമാർ എന്ന പ്രതിഭയെ ട്രൂ ഇന്ത്യൻ ചന്ദ്രപ്രഭ പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ
അത് ഏറെ ധന്യമായ ഒരു നിമിഷമാണ്. ഈ അവാർഡ് ആദരപൂർവ്വം ട്രൂ ഇന്ത്യൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഇനി നമുക്ക് ചന്ദ്രകുമാർ സാറിൻ്റെ വാക്കുകൾ ആദരവോടെ ശ്രവിക്കാം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇവിടെ വിശിഷ്ട അതിഥികളാണ് എല്ലാവരും. ഒരാളെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയണ്ട. ഇവിടെ കാണുന്ന എല്ലാവരും പ്രതിഭകൾ തന്നെയാണ്. ഞാൻ ഭാഗ്യവാനും. ഇവിടെ വരാനും നിങ്ങളുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു പുരസ്കാരം, എൻ്റെ പേരിൽ തന്നെ എനിക്കൊരു പുരസ്കാരം കിട്ടുക. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇത് കിട്ടിയിട്ടില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. അത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് ഒരു ഒഫീഷ്യലായിട്ട് പറയുന്നല്ല, എൻ്റെ മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണ്. ഞാൻ 14 വയസ്സിൽ സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല. എനിക്കറിയില്ല. ഇപ്പോഴും ഇതൊന്നും ആഗ്രഹിക്കുന്നുമില്ല, പ്രതീക്ഷിക്കുന്നില്ല. എന്നെ വിളിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വന്ന ആൾക്കാർ, എന്നെ വിളിച്ച ആൾക്കാർ ഒക്കെ വളരെ ട്രൂ ഇന്ത്യൻസ് തന്നെ ആയിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഓഫീസിലായിട്ടോ ഒരു ഔപചാരികമായിട്ടോ വിളിക്കാതെ വളരെ കൂളായിട്ട് ഫോണിൽ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒന്ന് ആദരിക്കണമെന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത് ശരി, അല്ല ഞങ്ങൾ വന്ന് നേരിട്ട് വിളിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വന്നോളാം, എവിടെ പറഞ്ഞാൽ മതി, എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാലും അവർ സമ്മതിച്ചില്ല. ചന്ദ്രൻ സാറൊക്കെ വീട്ടിൽ വന്നു, എന്നെ കണ്ടു, വരണമെന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. ഞാൻ അതിനായിട്ടായിരുന്നു, സത്യത്തിൽ ഞാൻ ജർമ്മനിയിലായിരുന്നു മിഞ്ഞാന്ന് വരെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ 2 ദിവസം നേരത്തെ അവിടെ നിന്ന് പോന്നു. ലേറ്റ് ആവേണ്ട പറഞ്ഞിട്ട് 8-ാം തീയതി തന്നെ തിരിച്ചിവിടെ എത്തി. ഒരു ദിവസം നേരത്തെ തന്നെ വരും. കാരണം നമ്മൾ വാക്ക് കൊടുത്താൽ അത് നിറവേറ്റുക, അത് ഞാൻ ഒരിക്കലും തിരിച്ചിട്ടില്ല ജീവിതത്തിൽ. അതുതന്നെയാണ് എൻ്റെ സക്സസ്സും. ഹാർഡ് വർക്കാണ്. അല്ലാതെ സിനിമയിൽ എന്തെങ്കിലും ആവാൻ, മറ്റെല്ലാ ജോലിക്കും എന്തെങ്കിലും ആവണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ വേണം. സിനിമയിലാവാൻ IAS-ഉം PhD ഒന്നും വേണ്ട. നമ്മുടെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, പങ്ക്ച്വാലിറ്റി, അതൊക്കെ അതെൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും പോയിട്ടില്ല, ഈ നിമിഷത്തിലും പോയിട്ടില്ല. ഞാൻ കമ്മിറ്റ് ചെയ്താൽ അതവിടെ ഉണ്ടാവും. ഞാൻ അതുതന്നെയായിരുന്നു എൻ്റെ സക്സസ്. അതെന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചു. കാരണം എൻ്റെ കൃത്യനിഷ്ഠ കാരണം ഞാൻ സിനിമയിൽ വന്നതും എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നടൻ മധുവായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നാൽ, സിനിമ തുടങ്ങുമ്പോൾ എൻ്റെ സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോൾ മധുവിനോട് ആദ്യം ഞാൻ തെറ്റാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആലോചിച്ചോളാൻ പറഞ്ഞു. എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. വണ്ടി കയറി പോയി അഭിനയിക്കാതെ. അപ്പോൾ ഷീലയും ബാക്കിയുള്ളവരും പറഞ്ഞു, ചന്ദ്രൻ എന്താ കാണിക്കുന്നത്? അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്, അവർക്കൊക്കെ എന്നെ ചെവിക്ക് പിടിക്കാനുള്ളതിനൊക്കെ ഉള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം 14 വയസ്സ് തൊട്ട് എന്നെ കാണുമല്ലേ. അപ്പോൾ ഇങ്ങനെ തല്ലും അടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ പാടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡയറക്ടറായിട്ടും അവർക്കൊന്നും വിലയില്ല എന്നെ. അപ്പോൾ ഞാൻ ആ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മീശ വെച്ചത്. പിന്നെ അതവിടെ സ്ഥിരമാക്കി വെച്ചു. ആദ്യം കൂടെ പിടിച്ച് നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അവർ പറയും, എന്നെ കളിയാക്കും, അവിടെ ഒന്നുമില്ലടാ, പിടിക്കൊന്നും വേണ്ടാന്ന്. പിന്നെ ഞാനത് വെച്ച് സീരിയസ് ആക്കി തുടങ്ങി. അപ്പം അത് പോയി. ഷീല പറഞ്ഞു, നീ എന്ത് മണ്ടത്തരം കാണിച്ച്, അദ്ദേഹം വലിയ ഡയറക്ടറാണ്, വലിയ നടനാണ്, വലിയ നിർമ്മാതാവാണ്, ഇനി വരില്ല. ഞാൻ അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ടാവും, വരുന്നതാണ് എൻ്റെ വിശ്വാസം പറഞ്ഞു. ഇന്നത്തെ ഷൂട്ടിങ് വേസ്റ്റായി, അതുകൊണ്ട് സാറില്ല പറഞ്ഞു. എൻ്റെ പ്രൊഡ്യൂസർ ഡോക്ടർ ഭാഷണം പറഞ്ഞു, ചന്ദ്ര സാറില്ല, ചന്ദ്രന് തൃപ്തിയോടുകൂടി ഷൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ചന്ദ്രൻ ചെയ്യുന്ന സിനിമ ചന്ദ്രൻ്റെ ആയിരിക്കണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് കാർ അയച്ചു. ഞങ്ങൾ 2 മണിക്ക് ഷൂട്ടിന് തുടങ്ങി. വന്നില്ല, മധു വന്നില്ല. 3 മണിയായപ്പോൾ ഷീലയും അടൂർബാസിയൊക്കെ പറഞ്ഞു, ചന്ദ്ര മോനെ നമുക്കത് നിർത്തിയാലോ, വെറുതെ കാശ് വേസ്റ്റ് ചെയ്യണോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഉറപ്പുണ്ട് വരും. ഒരു 3:30 മണിയായപ്പോൾ ആരോ പറഞ്ഞു, കാറ് വന്നിട്ടുണ്ട്, മാസാറ് വന്നിട്ടുണ്ട് പറഞ്ഞു. ഞാൻ പേടിച്ച് ഞങ്ങൾ തിരി നോക്കിയില്ല, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അദ്ദേഹം എൻ്റെ പിന്നിൽ ഇങ്ങനെ വന്നു നിന്നു. ഞാൻ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മിസ്റ്റർ ചന്ദ്രൻ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരി തുടങ്ങാം. അല്ല, എനിക്ക് പേഴ്സണലായി സംസാരിക്കണം. അപ്പോൾ ഞാൻ പേഴ്സണലായി ഇവർ കേൾക്കേണ്ട പറഞ്ഞ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് മാറ്റി നിർത്തിയാണ് സംസാരിച്ചത്. എന്നെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തലേ ദിവസം വിളിച്ചപ്പോഴും പുള്ളി തുടങ്ങിയത്
കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ബീഡി എടുത്ത് വെച്ച് ഇതിന് തീപ്പെട്ടി എടുത്ത് കൊളുത്തി വെച്ച് പറയൂ അങ്ങനെ. അപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് അടി കൊള്ളുമോ? കാരണം ആചാരഭാവമാണ്, ഞാൻ അത്രയേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ടൈം അതുപോലെ അവിടെ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി വീണ്ടും അതുപോലെ ബീഡി എടുത്തു, കുളിച്ച് വെച്ചു, കുളിച്ച്. മലയാള സിനിമയിൽ തന്തയ്ക്ക് ഭരണവന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എൻ്റെ ആ വാശി, പങ്ക്ച്വാലിറ്റി, അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു 4-5 ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ വല്ലാതെ അടുത്തു. മറ്റുള്ളവർക്ക് അതിശയം, അത്ര വലിയ ഡയറക്ടർ എങ്ങനെ ചന്ദ്രൻ അനുസരിക്കണം. 5 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വന്ന് വിളിച്ചു പറയണു, ഇതുപോലെ കയ്യിൽ നിന്ന് കുറച്ച് കാശെടുക്കും, കുറച്ച് ഐസ്ക്രീമും ലഡുവൊക്കെ വാങ്ങും, ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുക്കണം. ഞാൻ ചോദിച്ചു, എന്താ സാറിൻ്റെ ബർത്ത്ഡേ ആണോ? അല്ല, പറയാം. അങ്ങനെ ഉച്ചയ്ക്ക് വിടണം, ചന്ദ്രൻ തന്നെ കൊടുക്കൂ. അപ്പോൾ ഷീലയും എല്ലാവരും എന്താ സാർ പറയൂ, സസ്പെൻസ് പറയാമെന്നാണ്. അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഞാനൊരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്, ഉമാ സ്റ്റുഡിയോ. പക്ഷെ അതിൻ്റെ പേരിൽ സിനിമ ഞാൻ എടുത്തിട്ടില്ല. അത് ചെയ്യാൻ യോഗ്യതയുള്ളവൻ ഞാനല്ല. കാരണം ഞാൻ രാവിലെ 12 മണിക്കേ വരുള്ളൂ. അപ്പോൾ എൻ്റെ തൊഴിലാളികളും 12 മണിക്കേ വരുള്ളൂ. എൻ്റെ സ്റ്റുഡിയോ വേഗം അടച്ചു പൂട്ടും. ഇവൻ 6 മണിക്ക് അവിടെ ഉണ്ടാവും. വടിയെടുത്ത് എല്ലാവരെയും തല്ലും. അവൻ താക്കോൽ ഞാൻ അവനെ ഏൽപ്പിക്കുകയാണ്. അവനുള്ള അഡ്വാൻസ് അവർക്ക് കുറേ കാശ് അഡ്വാൻസ്. അങ്ങനെ ഞാൻ 27 സിനിമ മധുവിനെ വെച്ച് ചെയ്തു. എൻ്റെ നാഷണൽ അവാർഡ് ചെയ്ത സിനിമയും മധുവാണ് പ്രൊഡ്യൂസർ. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും മധു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നെ സക്സസ് ആക്കിയത് എൻ്റെ പങ്ക്ച്വാലിറ്റിയും ഹാർഡ് വർക്കും തന്നെയാണ്. ആദ്യം പറഞ്ഞ പോലെ IAS ബീച്ചിലൊന്നും വേണ്ട, നമ്മൾ സിൻസിയറായി. നമ്മളാരും ജനിക്കുമ്പോൾ കലാകാരന്മാരും ജനിക്കില്ല, നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ആവുന്നത്. ഒരു പാട്ട് പാടാൻ പഠിച്ചിട്ടാണ് അവർ പാട്ടിൽ വലിയ സിംഗറാവുന്നത്. ഒരു ഡാൻസ് പഠിച്ചിട്ടേ അവർ ഡാൻസറാവുള്ളൂ. അല്ല ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ആരും ഡാൻസറായിട്ട് വരുന്നില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും അതിനോട് ആത്മാർത്ഥത ഉണ്ടാവുക. അതിന് നമുക്ക് ഫ്യൂച്ചർ എന്താണെന്നോ നമുക്ക് എന്ത് പ്രതിഫലം കിട്ടുന്നോ നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം തന്നാലെ വരും. അവിടെ നിന്നല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ, പക്ഷെ ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കും. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാം. എന്നെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അത്രയൊന്നും അല്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഇപ്പോഴും സാധാരണക്കാരനാണ്. ഞാൻ എവിടെയും നടന്നു പോകാറുണ്ട്, ആരെയും പ്രതീക്ഷിക്കാതെ. പലരും പറയാറുണ്ട് കുറച്ച് വട്ടുണ്ട്, കുഴപ്പമില്ല, അതും ഒരു കഴിവല്ലേ. എല്ലാവർക്കും വട്ട് കിട്ടില്ലല്ലോ. വട്ട് എല്ലാവർക്കും കിട്ടില്ല, ചിലർക്ക് കിട്ടുള്ളൂ. വട്ടുള്ളവൻ സത്യത്തിൽ നല്ലവനായിരിക്കും, അവൻ പച്ചയായ മനുഷ്യനായിരിക്കും. അവൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, അവൻ എന്തും തുറന്ന് പറയും. ഞാൻ ആ കൂട്ടത്തിലാണ്. എന്നെ എല്ലാവരും കുറച്ച് വട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. എന്താ വേറെ കളത്തില്ലല്ലോ, കള്ളാസാരങ്ങളില്ല, ഉള്ളത് പറയുള്ളൂ. അത് പറഞ്ഞു, ഇവിടെ അത് പറഞ്ഞു. ഇതേക്കുറിച്ച് ഞാനെന്ത് പറയാനാ? ഇതാണ് എൻ്റെ സിനിമ അനുഭവം. ഇനി നിങ്ങൾക്കൊക്കെ സിനിമാക്കാരാവാം, വേണമെങ്കിൽ ശ്രമിച്ചാൽ. ഇപ്പോഴും വൈകിട്ടില്ല. ഞാൻ അതാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പുതിയ തലമുറയെ വളർത്തിയെടുക്കുക. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അവർ കലാകാരന്മാരാണ്, നന്നായി വരുന്നുണ്ട്. ഭാവിയിൽ അവരെയൊക്കെ നിങ്ങൾക്ക് സിനിമയെ കാണാം, എനിക്ക് സന്തോഷിക്കാം. എൻ്റെ കുട്ടികൾ പറഞ്ഞാൽ 84 വയസ്സുള്ള കുട്ടി വരെ ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ അഭിനയം പഠിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ട്. പക്ഷേ സന്തോഷമാണ് അത് കാണുമ്പോൾ. അവരൊക്കെ കുട്ടികളെ വന്ന് എൻ്റെ ചിത്ത കേട്ട് എൻ്റെ തല്ലുകൊണ്ട് പഠിക്കുകയാണ്. അതിൻ്റെ ഭാഗ്യം. ഞാൻ എല്ലാം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ആരൊന്നും ഒന്നും നേടാറില്ല, സാമ്പത്തികമായിട്ട് ഒന്നും വാങ്ങിക്കാറില്ല. ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കണം എല്ലാ കുട്ടികളെയും, ഓൺലൈനിൽ കൂടെയും അല്ലാതെയും ഒക്കെ പഠിപ്പിക്കണം. കാരണം എനിക്കിനി ചെയ്യാൻ അത്രയേ ഉള്ളൂ. ഞാൻ ഇത്ര സിനിമകളും ഇത്ര വർഷവും ജീവിച്ചില്ലേ സിനിമയിൽ. 56 കൊല്ലം, കുറച്ചൊന്നുമല്ല. ഗവൺമെൻറ് സർവീസ് പോയപ്പോൾ 30 കൊല്ലം കഴിയുമ്പോൾ ഇറക്കി വിടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. പ്രായം പ്രശ്നമല്ല. ഞാൻ കലാകാരനായതുകൊണ്ട് നിങ്ങളെല്ലാവരും കലാകാരനാവാനേ പറയുള്ളൂ. അല്ല പോലീസുകാരൻ വന്നതെങ്കിൽ നിങ്ങളൊക്കെ പോലീസുകാരനാവാൻ നല്ലതെന്ന് പറയും. എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകളുണ്ട്. സിനിമയിലായിപ്പോയതുകൊണ്ടും 56 വർഷം സിനിമയിലുണ്ടായിരുന്നുകൊണ്ടും. എന്തായാലും എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചതിനും ആദരിച്ചതിനും നിങ്ങളെല്ലാവരും ഞാൻ ഈ പ്രസംഗിച്ച് കേട്ടതിനും വളരെ നന്ദി. നമസ്കാരം. ക്യാമറയ്ക്ക് പുറകിൽ പി ചന്ദ്രകുമാർ സാർ സാധാരണക്കാരനാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെയല്ല. അത് അഭിനയിച്ച ആർട്ടിസ്റ്റുകളോട് തന്നെ ചോദിക്കണം. അടുത്തതായി
സമാജ് സേവക് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ പുനലൂർ സോമരാജൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നത് പി ചന്ദ്രകുമാർ സാറാണ്. CJ വാര്യർ സർ, ശ്രീ PR കൃഷ്ണൻ എന്നിവരുടെ വിശിഷ്ട സാന്നിധ്യവും ഉണ്ടായിരിക്കും. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സമാജ് സേവക് എന്ന വിശേഷണം അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളിലേർപ്പെട്ട് സാമൂഹ്യ സേവനം ജീവിതവ്രതമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ശ്രീ പുനലൂർ സോമരാജൻ സർ. അദ്ദേഹം ഈ പുരസ്കാരം സ്വീകരിച്ച് ഈ വേദിയെ ധന്യമാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ജനിച്ച സോമരാജൻ സാറിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ദിശ നിർണയിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സമാന്തര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ബാലജനസഖ്യം, റേഡിയോ ക്ലബ്, പത്രപ്രവർത്തനം എന്നിവയ്ക്ക് നിർണായക പങ്കുണ്ട്. ആകാശവാണിയിലൂടെയും പ്രസിദ്ധമായ ആനുകാലികങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ കവിതകളും കഥകളും ലേഖനങ്ങളും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തി. 2003 തെരുവിൽ അലയുന്ന പാറുകുട്ടിയമ്മ എന്ന വനിതയ്ക്ക് അഭയം നൽകിയത് ഇന്ന് 1500ഓളം കുടുംബങ്ങൾക്ക് അഭയസ്ഥാനമായി ഗാന്ധിഭവൻ എന്ന പ്രസ്ഥാനം മാറി. ഇന്ന് ഗാന്ധിഭവൻ്റെ കീഴിൽ ഓൾഡ് ഏജ് ഹോം, ചിൽഡ്രൻസ് ഹോം, പാലിയേറ്റീവ് കെയർ സെൻറ്റർ, അംഗപരിമിതർക്കുള്ള കെയർ ഹോം, മാനസിക പുനരധിവാസ കേന്ദ്രം, നിയമ പോരാട്ടത്തിലേർപ്പെട്ട വനിതകൾക്കുള്ള ഷെൽട്ടർ ഹോം എന്നിവയ്ക്കൊപ്പം കേരളത്തിലുടനീളം 20 ശാഖകളും 30-ലധികം അഭയകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. കൂടാതെ കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള കെൽസ ലീഗൽ എയ്ഡ് ക്ലിനിക്, ഗാർഹിക പീഡന നിരോധന നിയമം നടപ്പിലാക്കുന്ന 3 സർവീസ് പ്രൊവൈഡിംഗ് സെൻ്ററുകൾ, വനിതാ കമ്മീഷൻ എ ഗ്രേഡ് യൂണിറ്റ്, ഹൈക്കോടതിയുടെ കീഴിലുള്ള വിക്ടിം റൈറ്റ് സെൻറ്റർ, ഭിന്നശേഷികർക്കായുള്ള സേവന കേന്ദ്രം തുടങ്ങി 7 നിയമസേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഗാന്ധിഭവൻ അഭയവും ആശ്രയവും മാത്രമല്ല, അവകാശ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നു. ഏറെ ആദരവോടെ അദ്ദേഹത്തിന് ട്രൂ ഇന്ത്യൻ സമാജ് സേവക് പുരസ്കാരം സമർപ്പിക്കുന്നു. ഈ MT വാസുദേവൻ നായരുടെ വരികൾ കടമെടുത്താൽ നമ്മൾ എത്ര പറഞ്ഞാലും ചിലരെ നമുക്ക് പുനരാവിഷ്കരിക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. ഞാനതുകൊണ്ട് സോമരാജൻ സാറിൻ്റെ ോട് പറയാനുള്ളത്, മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെ മുഴുവൻ വികാരങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ, മനുഷ്യ സ്നേഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിനെ ട്രൂ ഇന്ത്യൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ വേദിക്ക് ധന്യത പകരുന്ന അതിവിശിഷ്ടരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, വീണ്ടും വസന്തമെന്ന ട്രൂ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസിൻ്റെ ഈ പ്രോഗ്രാം, വളരെ വിശേഷമായ ഈ മുഹൂർത്തം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും വസന്തം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹനീയ സംരംഭത്തിന് നേതൃത്വമേകുന്ന ഏറ്റവും ആദരണീയനും സ്നേഹസമ്പന്നനുമായ CJ വാര്യർ സാറിനും അദ്ദേഹത്തിൻ്റെ മകൻ ശരത് വാര്യർ അടക്കം, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരടക്കം ആ കുടുംബത്തിന് എൻ്റെ സ്നേഹാദരങ്ങൾ ആദ്യം സമർപ്പിക്കുക. എനിക്ക് ഈ പുരസ്കാരം സമ്മാനിച്ചത് വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. പ്രിയപ്പെട്ട ചന്ദ്രകുമാർ സാറ് എനിക്ക് സഹോദര തുല്യനായ സുഹൃത്താണ്. അദ്ദേഹം ഗാന്ധി ഭവനിൽ വന്നു എന്നെ ആശ്ലേഷിച്ചിട്ടുണ്ട്. ആ സ്നേഹ സൗഹൃദം
ഞാൻ എന്നും നിലനിർത്തി പോകുന്നു. ഇവിടെ ഡോമില്ലി കേരളീയ സമാജം ചെയർമാൻ വർഗീസ് ഡാനിയൽ സാറും, അതോടൊപ്പം തന്നെ മുംബൈ സാഹിത്യവേദിയുടെ കൺവീനർ KP വിനയൻ അവർകളും, ശ്രീ ഉപേന്ദ്രമേനോൻ സാറും, ശ്രീ PR കൃഷ്ണൻ സാറും ഒക്കെ അടങ്ങുന്ന ഈ വേദി വളരെ ധന്യമാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പലരെയും കാണാൻ എനിക്ക് കഴിഞ്ഞു. ഇവിടെ എൻ്റെ നാട്ടുകാരനായ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്, വിജിതാശ്വൻ. അതുപോലെ എൻ്റെ ഒരു സഹോദരി ശ്രീമതി വിജയലക്ഷ്മി ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഇവിടെ ശങ്കരൻ ബേക്കറി കോഴിക്കോട് അതിപ്രശസ്തമായ പാരമ്പര്യമുള്ള, ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള ബേക്കറിയുടെ ഉടമയായിട്ടുള്ള ഋഷിൽ, അദ്ദേഹത്തെയും കുടുംബത്തെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. കേരളത്തിലെ കേരള ശബ്ദം തുടങ്ങിയ പത്രങ്ങൾക്ക് റിപ്പോർട്ടുകൾ നൽകുന്ന പത്രപ്രവർത്തകനായ നാസർ മുഹമ്മദിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. എൻ്റെ ഒരു ബന്ധുവും മിത്രവും ഒക്കെ ആയിട്ടുള്ള KDK തമ്പി സാറിനെയും കുടുംബത്തെയും കാണാൻ കഴിഞ്ഞു. പത്തനാപുരത്തിന് സമീപമുള്ള ശ്രീ ജോസ് വർഗീസിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഡോംവില്ലി മലയാളി സമാജം ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണെന്ന്. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്, ജീവകാരുണ്യ പ്രസ്ഥാനമാണ് എന്ന് ഗാന്ധി ഭവനെ സമൂഹം വിലയിരുത്തുന്നു. ഞാനൊരു വലിയ കുടുംബത്തിൽ താമസിക്കുമ്പോഴുള്ള അതിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും പങ്കിടുന്നൊരു വ്യക്തിയാണ്. 1400-ലേറെ വരുന്ന ഒരു കുടുംബം. അതിൻ്റെ ശാഖകളിലൊക്കെ വേറെ വേറെ ആളുകൾ താമസിക്കുന്നുണ്ട്. 1400 പേരിൽ കുഞ്ഞുങ്ങളുണ്ട്. 3 ദിവസം മുമ്പ് ജനിച്ച ഒരു കുഞ്ഞുൾപ്പെടെ ഉള്ള കുടുംബമാണ്. 100 വയസ്സ് വരെയുള്ളവർ ആ കുടുംബത്തിലുണ്ട്. അതോടെ 300ഓളം മാനസിക അസ്വാസ്ഥ്യമുള്ളവരുണ്ട്. 250ഓളം ഭിന്നശേഷിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ HIV ബാധിതർ, ക്യാൻസർ രോഗികളടക്കം 250 കിടപ്പ് രോഗികളുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം കൂട്ടത്തിൽ അവരിലൊരാളായി വസിക്കുന്ന എനിക്ക് ഇവിടെ വന്ന് ഈ നന്മയും സ്നേഹവും നിറഞ്ഞ ഈ മുഖങ്ങൾ കാണുമ്പോൾ ഞാൻ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലാണ് നിലനിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിലെത്തുന്നവരൊക്കെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരുടെയും മുഖത്ത് ചിരി കാണുന്നു. ഞാൻ ചിരിക്കുന്നു, എൻ്റെ കൂടെ വേദനിക്കുന്ന ആളുകൾ, അവിടുത്തെ കിടപ്പ് രോഗികൾ അടക്കം ചിരിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരായി 250ഓളം പേർ അവിടെ സേവനം ചെയ്യുന്നു. ഞങ്ങളെല്ലാം ചിരിക്കുന്നു. ഞങ്ങളെ കാണുന്നവരും ചിരിക്കുന്ന ആ നിലയിലേക്ക്, ചിരിയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന അത്തരം ഒരു പ്രവർത്തനമാണ് CG വാര്യർ സാറും ആ ടീമും ഇവിടെ നടത്തി വരുന്നത്. എത്രയോ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്ന് അവർ അംഗീകരിച്ചു, ആദരിച്ചു. എനിക്ക് ഇതൊരു വിശിഷ്ട മൂല്യമായി ഞാൻ കാണുകയാണ് ഈ അംഗീകാരം. യഥാർത്ഥത്തിൽ ഈ പുരസ്കാരങ്ങളെ ഒട്ടും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ, അതായത് പല മേഖലകൾ താണ്ടിയാണ്, അധ്യാപകനായി ജീവിതം ആരംഭിച്ചു, വ്യവസായ രംഗത്ത്, പല രംഗത്ത് നിന്നിട്ടാണ് ഞാൻ ഒടുവിൽ കാരുണ്യ പ്രവർത്തകനായി മാറുന്നത്. കാരുണ്യ പ്രവർത്തകനായി മാറിയതിന് ശേഷം ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരസ്കാരങ്ങൾ സ്വീകരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായി മാറി. എല്ലാ മേഖലകളിലും തിരസ്കാരങ്ങൾ, വേദനകളാണ് എനിക്ക് ലഭിച്ചത്. എന്നാൽ അതോടൊപ്പം തന്നെ പുരസ്കാരങ്ങൾ പിന്നീട് എന്നെ കടന്നു വന്നു. ഞാൻ ഒരിക്കലും പുരസ്കാരം തേടിപ്പോകരുത് എന്നാഗ്രഹിച്ച ആളാണ്. പക്ഷേ എന്നെ പ്രതിബന്ധങ്ങളിലൂടെ പുരസ്കാരങ്ങൾ തേടി വരികയായിരുന്നു. ഇതും അങ്ങനെ തേടി വന്നതാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പുരസ്കാരത്തിന് ഞാൻ വിധേയനായത് യഥാർത്ഥത്തിൽ എനിക്കെതിരെ ഉണ്ടായ ഒരു വലിയ പ്രക്ഷോഭമാണ്. ചില ആളുകൾ എന്നെ ഈ പ്രസ്ഥാനം ഇല്ലാതാകാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ പരാതി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അടുത്തെത്തുകയും ചെയ്തപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി ഗാന്ധിഭവനെ തിരഞ്ഞെടുത്തതും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകാനും അപൂർവമായി അദ്ദേഹത്തെ ഷേക്ക് ഹാൻഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനും എനിക്ക് കഴിഞ്ഞു. അത് ഞാനീ പറയുന്നത്, ട്രൂത്ത് എന്ന പദം അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. ഗാന്ധിജിയുടെ പേര്
ഗാന്ധിജി ഗാന്ധിജിയുടെ ദൈവം സത്യമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഗാന്ധി ഇവൻ്റെ സ്ലോഗൻ തന്നെ ട്രൂത്ത്, പീസ്, എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പം ഈ ട്രൂത്ത് മുറുകെ പിടിച്ചാൽ അത്ഭുതങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് ഞാൻ തേടിപ്പോകാതെ ആ പുരസ്കാരം എന്നെ തേടിയെത്തി. കേരളത്തിൻ്റെ പരമോന്നത ബഹുമതി കേരളശ്രീ, അത് ഞാൻ തേടിപ്പോകാതെ അത് എന്നെ തേടിയെത്തി. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളൊരു എനിക്ക് ആ അവസരവും കിട്ടി. ഈ യാത്ര വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ സ്നേഹപൂർവമായ ആ വാര്യർ സാറിൻ്റെ സമീപനം, മറ്റൊന്ന് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് ഉണ്ടായത്. കാരണം പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കാതെ ഈ കൂടെ നിൽക്കുന്നവർ എല്ലാവരും ചേർന്ന് ഇത്തരത്തിലുള്ള നന്മകൾ ചേർക്കുക. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം ആളുകൾ ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും ഒരു സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കാമെങ്കിൽ ഇത്രയും മലയാളികൾ കൂടത്തില്ല. പക്ഷേ ഇവിടെ ഒരു ഒരുമ കാണുന്നു. ആ ഒരുമയാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹത്വമായി നിലകൊള്ളുന്നത്. അത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്നും സൂക്ഷിക്കും. നിങ്ങളെപ്പറ്റി ഞാൻ ഒക്കുന്നിടത്തെല്ലാം പറയും. എൻ്റെ വീട് ഗാന്ധി ഭവൻ, ഞാൻ അവിടെയാണ് എൻ്റെ ഭാര്യയും മക്കളും എല്ലാം താമസിക്കുന്നത്. ചന്ദ്രകുമാർ സാറിനെ സാക്ഷ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തമ്പി സാറും കുടുംബവും ഒക്കെ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അതൊരു എന്ത് സന്തോഷകരമായ അനുഭവമാണെന്നറിയാമോ? പലർക്കും എൻ്റെ കൂടെ താമസിക്കുന്നതിൽ ഒരാൾ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്, ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ബ്രൂണൈ സുൽത്താൻ്റെ മകൻ എന്നോടൊപ്പം താമസിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവരെങ്ങനെയാവുമ്പോൾ കേരളത്തിൻ്റെ ഗവർണറുണ്ട്. ഞാനും അവരെ ആസ്വദിച്ചുകൊണ്ട് ഞാനും കുടുംബവും കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇത് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ സങ്കടപ്പെടുന്നത് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാകുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നമ്മളെല്ലാം കൊച്ചു കൊച്ചു കുടുംബങ്ങളായി മാറുകയാണ്. വലിയ വീടും അവിടെ കുറഞ്ഞ ആളുകളുമാണ്. എനിക്ക് വീടില്ല. എൻ്റെ വീട് ഒരു 200 സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു വീട്ടിലാണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത്. ഇത്ര സുന്ദരമായ സുഖകരമായ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഗാന്ധി ഭവനിലേക്കൊന്നും ഞാൻ അതിൻ്റെ കഥകളൊന്നും പറയുന്നില്ല. ഗാന്ധി ഭവനിലെ സ്റ്റോറിയൊക്കെ ഞാൻ പറയണമെങ്കിൽ, കുറച്ചൊക്കെ പറയണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വേണ്ടി വരും. ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ഒരുപാട് പേരങ്ങ് ഒറ്റപ്പെട്ടു പോവുകയാണ്. എത്ര ഉന്നതരായാലും എത്ര സമ്പന്നരായാലും അവരുടെ പ്രായം കൂടി വരുമ്പോൾ അവർ വേണ്ടാതെ വരികയാണ്. അത്തരത്തിലുള്ളൊരു ഉദാഹരണമാണ് സാറിൻ്റെ തന്നെ സിനിമാ മേഖലയിലെ TP മാധവൻ ചേട്ടൻ. നിങ്ങൾ സാറ് വന്ന്, ചന്ദ്രകുമാർ സാർ വന്ന് കാണുകയും സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്ത് സിനിമയിലെ ഏറ്റവും വലിയ ആളായിരുന്നു. മധുസാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മധുസാറിനോടൊപ്പം ചേർന്ന് നിന്ന, മധുസാറിൻ്റെ കൂടെ സിനിമയിൽ വന്ന 600 സിനിമയിൽ അഭിനയിക്കുകയും അമ്മ എന്ന ചലച്ചിത്ര സംഘടനയുടെ സ്ഥാപകനായി മാറുകയും ചെയ്ത അദ്ദേഹം അവസാനം ആരുമില്ലാത്തവരെ ഇപ്പോഴും ഉണ്ട്. സിനിമാക്കാർ കുറേ പേര് ഗാന്ധി ഭവനിലുണ്ട്, നാടകക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്, സമ്പന്നരുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അവസാനം കാലത്ത് നമുക്ക് രക്ഷയ്ക്കായി വരുന്നില്ല എന്ന് ഓരോ ദിവസവും ഓർക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടാറുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേടിയില്ല. കാരണം ഒരഭയകേന്ദ്രത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് വേറെ എങ്ങും പോകേണ്ടി വരുന്നില്ല. അതേസമയം അല്ലാതുള്ളവർ അഭയം തേടി വരുന്നു. ആ കഥകളൊക്കെ കേട്ടാൽ നിങ്ങൾ പൊട്ടിക്കരയും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ശരി, എനിക്ക് വലിയ അഭിമാനമുണ്ട് നിങ്ങളെല്ലാം കാണുമ്പോൾ. ഈ കേരളത്തിന് പുറത്തു പോയി മലയാളികളെ കാണുമ്പോൾ നമ്മുടെ മലയാളികളുടെ മഹത്വം അവിടാണ്. നമ്മൾ കേരളത്തിൽ അത് കുറയുകയാണ്. നന്മ കുറയുന്നൊന്നുമില്ല. നന്മ സമൂഹത്തിൽ വളരെ കൂടുന്നുണ്ട്, വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. പണ്ടത്തേക്കാൾ കാരുണ്യ മനസ്സ് മനുഷ്യനുണ്ട്. പക്ഷേ തിന്മകൾ ആണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. നമ്മുടെ പൂമുഖത്ത് തിന്മകൾ നിൽക്കുകയാണ്. ബാക്കി നന്മകൾക്ക് മുന്നോട്ട് കടന്നു വരാൻ വഴി കൊടുക്കാതെ തിന്മകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ നന്മകളെ മുന്നിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ മാധ്യമരംഗം പോലും ചെയ്യുന്ന എന്താ, തിന്മകളെ എടുത്ത് ഇന്നും നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ തിന്മകളെ ഭക്ഷിച്ചുകൊണ്ട് ഉറങ്ങേണ്ട സ്ഥിതി വരികയാണ്. നന്മകൾ എന്തെല്ലാം നടക്കുന്നു അതൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ CG വാര്യർ സാറിനോട്, നിങ്ങളുടെ പ്രവർത്തനം ഒരുപാട് ത്യാഗം കാണും. എനിക്കറിയാം ത്യാഗമാണ്. ഞാൻ ഒരു പൈസ പോലും പുറത്തു പോയി പിരിക്കാതെയാണ് ഈ വലിയ കുടുംബത്തെ നയിക്കുന്നത്. അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ വേണം, ഒരുപാട് സൗകര്യങ്ങൾ വേണം. പക്ഷേ എനിക്ക് കഴിഞ്ഞു. അത് നമ്മുടെ മുതൽ, നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സത്യം, ആത്മവിശ്വാസം, തളരില്ല എന്നുള്ള ആത്മവിശ്വാസം.
ആ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോയാൽ ആർക്കും എന്തും നേടാമെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ അടുത്ത് പോയെന്ന് കാണണമെന്ന്. അദ്ദേഹം കേരളത്തിൽ എവിടെ വരുന്നോ അവിടെ എല്ലാം ഞാൻ ചെന്നിരുന്നു. പക്ഷേ എനിക്ക് പോലീസ് വലയം ഭേദിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം അദ്ദേഹം എന്നെ തേടി ഗാന്ധി ഭവനിലെത്തി. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലെ ചൂട് ഇപ്പോഴും ഞാൻ ഉൾക്കൊള്ളുന്നു. അതേപോലെ MA യൂസുഫ് അലി എന്ന ആഗോള വ്യവസായി, ആഗോള കാരുണ്യ പ്രവർത്തകൻ, നമ്മുടെ ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനമായിട്ടുള്ള അദ്ദേഹം കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത്ര ആർത്തിയൊന്നും ഉണ്ടായില്ല. അദ്ദേഹം എന്നെ തേടി വന്നു. ഇപ്പോഴദ്ദേഹം ഗാന്ധി ഭവനിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവിടെ ഒരു ഹെലിപ്പാഡ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്നു. പിന്നെ അവിടുത്തെ എൻ്റെ അമ്മ ചെറിയ പ്രായത്തിലെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ആ സ്മരണകളാണ് അമ്മമാർക്കായി ഒരമ്മയുമായൊരു സംരംഭം ഞാൻ ആരംഭിച്ചത്. വളരെ കുറച്ച് കാലമായുള്ളൂ, 2003 തുടങ്ങിയത്. ഇന്ന് 100 കണക്കിന് അമ്മമാർ. ഈ അമ്മമാരെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ് എനിക്ക് ദുബൈയിൽ കൊണ്ടുപോയി ഒരാഴ്ച കുറേയധികം അമ്മമാരെ താമസിപ്പിക്കാൻ കഴിഞ്ഞ് അവർക്ക് സന്തോഷം നൽകിക്കൊണ്ട് അതെല്ലാം സമൂഹത്തിൻ്റെ പിൻബലം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു കാരുണ്യ പ്രവർത്തകർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ്. അതുകൊണ്ട് വാര്യർ സാറിനോടും ടീമിനോടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നത് എന്തും നടക്കും, സ്വപ്നം കാണുന്നത് എന്തും നടക്കും. കലാം സാർ അതാണല്ലോ പറഞ്ഞത്, നിങ്ങൾ സ്വപ്നം കാണുന്നു, സ്വപ്നം കണ്ട് സുഖമായിട്ട് ഉറങ്ങിയാൽ പറ്റത്തില്ല. ഈ സ്വപ്നം അത് സാക്ഷാത്കരിക്കാനുള്ള ഒരു ത്യാഗമുണ്ടെങ്കിൽ, ചന്ദ്രകുമാർ സാർ ഇവിടെ ത്യാഗത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. ത്യാഗമുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടാം. ഇതൊരു സന്യാസമാണ്. ഇത് ആ കാവ്യം എടുക്കണ്ട സന്യാസിയാകാൻ. ത്യാഗപൂർണമായി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ അന്യന് വേണ്ടി അഹർനിശം പ്രയത്നം എന്ന ഗുരുവിൻ്റെ വാക്കുകളുണ്ട്. ആ അഹർനിശം പ്രയത്നം ചെയ്താൽ അന്യനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്കും അത് തിരിച്ചു കിട്ടുമെന്നുള്ള അനുഭവമാണ് എനിക്ക് ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. എന്തായാലും ശരി, ഈ ട്രൂ ഇന്ത്യൻ പ്രസ്ഥാനത്തിൻ്റെ വസന്തം, ഈ വീണ്ടും വസന്തത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി. അപൂർവതയുള്ള വ്യക്തിത്വങ്ങളെ കാണാൻ കഴിഞ്ഞു. സ്നേഹമുള്ള മുഖങ്ങളാണ് എല്ലാവരും. നിങ്ങൾ കേരളത്തിൻ്റെ നന്മകളാണ്, കേരളത്തിൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാം ഞാൻ ഹൃദയം കൊണ്ട് വിനയപൂർവ്വം ആദരിക്കുന്നു. അതുപോലെ എനിക്ക് വാര്യർ സാറിനോട് പറയാനുള്ളത്, ഈ എനിക്ക് എൻ്റെ കുടുംബത്തിൽ കേരളത്തിന് പുറത്തുള്ള ധാരാളം പേരുണ്ട്. നോർത്ത് ഇന്ത്യക്കാരൊക്കെ ധാരാളം പേരുണ്ട്. എൻ്റെ ഒരു സഹോദരി വിജയലക്ഷ്മി ഇവിടെയുണ്ട്, ഇപ്പോൾ ബോംബെയിലാണ്. 10 വർഷക്കാലം എന്നോടൊപ്പം അവിടെ സേവനം ചെയ്ത്. ഒരുപാട് മറുനാട്ടുകാരുണ്ട്. ശ്രീലങ്കക്കാർ 10 പേര് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ആഫ്രിക്കക്കാരുണ്ടായിരുന്നു, അതുപോലെ അമേരിക്കയുണ്ട്. അപ്പോൾ ഇങ്ങനെ പലയിടത്തും ഒറ്റപ്പെട്ടു പോവുകയാണ്. ഈ നോർത്ത് ഇന്ത്യൻ ഈ മേഖലകളിൽ, ബോംബെ മേഖലകളിലൊക്കെ ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി വാര്യർ സാറിന് ഒരു സ്ഥാപനം തുടങ്ങിക്കൂടെ? അതിനൊരു ശ്രമം ചെയ്യാമെങ്കിൽ. എനിക്കൊരുപാട് സൗഹൃദമുള്ളവർ ഈ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ അതിന് മുന്നിട്ട് നിന്നാൽ അതിൻ്റെ പ്രവർത്തന രീതികൾ അതെങ്ങനെയാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതും നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാകട്ടെ. ഒറ്റപ്പെടുന്നവർ റോഡിൽ കിടന്ന് നരകിച്ച് മരിക്കാതിരിക്കട്ടെ. അവസാനം അവർക്ക് സ്വാന്തനമേകുന്നതും ഒരു വലിയ പുണ്യകർമ്മമാണ്. അത് ഈശ്വര പൂജ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത്, ഈ അംഗീകാരത്തിൻ്റെ ഭാഗമായി എന്നെ കൂടി ചേർത്ത് പിടിച്ചതിന് പ്രിയപ്പെട്ട CG വാര്യർ സാറിനോട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട്, അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും, അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ഈ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവരോടും എൻ്റെ പ്രത്യേകം സ്നേഹാദരങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സോമരാജൻ സാറിൻ്റെ നാവ് പൊന്നാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരുപാട് പേര് നമ്മളോട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സോമരാജൻ സാറിനോട് അത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യമായിട്ടോ പറയാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിലും മുംബൈ മലയാളികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് നിരന്തരം ലഭിക്കുന്ന ടെലിഫോൺ കോളുകളിൽ കൂടെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു കാര്യം സാധ്യമാക്കാൻ ട്രൂ ഇന്ത്യന് കഴിയാവുന്നതെല്ലാം
ചെയ്യാമെന്ന് ഞാൻ വാക്കുകൊടുക്കുന്നു. അതിനുവേണ്ടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി സോമരാജൻ സാർ. ഈശ്വരൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് അത് കർമ്മത്തിലാണ് എന്ന് അദ്ദേഹം പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തന്നു. നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം. അടുത്തതായി ശ്രീ PR കൃഷ്ണൻ സാറിനെ സമാജ് സേവക് പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാര സമർപ്പണത്തിനായി ശ്രീ P ചന്ദ്രകുമാർ, പുനലൂർ സോമരാജൻ, ട്രൂ ഇന്ത്യൻ പ്രസിഡന്റ് CJ വാര്യർ എന്നിവരെ ക്ഷണിക്കുന്നു. ശ്രീ PR കൃഷ്ണൻ മഹാരാഷ്ട്രയുടെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 1950കളിലാണ് അദ്ദേഹം മുംബൈയിലെത്തുന്നത്. ഉപജീവനത്തിനായി മുംബൈയിലെ ഹോട്ടലുകൾ, മില്ലുകൾ, ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. അങ്ങനെയായിരുന്നു തുടക്കം. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം തൊഴിലാളികളുടെ ദുഷ്കരമായ ജീവിതം നേരിൽ കണ്ടത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത് അങ്ങനെയാണ്. മഹാരാഷ്ട്രയുടെ തൊഴിലാളി സംഘടനാ നേതാവ്, CITU മഹാരാഷ്ട്ര ഘടകം മുൻ സെക്രട്ടറി, മുൻ പ്രവാസി ക്ഷേമ നിധി ഡയറക്ടർ അംഗം എന്നീ നിലകളിൽ PR കൃഷ്ണൻ സമാജ് സേവക് പുരസ്കാരം നൽകി ആദരിക്കുന്നതിൽ ട്രൂ ഇന്ത്യന് അതിയായ സന്തോഷം ഉണ്ട്. വളരെ ധന്യമായ ഒരു നിമിഷമാണത്. ഇനി പുരസ്കാരം സമർപ്പിക്കും. ഇനി ഏറെ ആദരവോടുകൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. സുഹൃത്തുക്കളെ, വീണ്ടും വസന്തം. എത്ര മനോഹരമായ പദപ്രയോഗമാണ്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കൂടി കാണുന്നത് തന്നെ എനിക്ക് ഈ അവാർഡ് പുരസ്കാരത്തിനേക്കാൾ എത്രയോ മഹത്വമായിട്ട് തോന്നുന്നത് എൻ്റെ വളരെ കാലം പഴക്കമുള്ള എത്രയോ സുഹൃത്തുക്കളെ ഒരുമിച്ച് കാണാൻ പറ്റി. അതിലൊരാളാണ് ബീന തമ്പി എന്ന് പറയുന്ന എൻ്റെ പഴയകാല സുഹൃത്ത്. ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ യു ബീന. അതുപോലെ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. ഞാൻ കാട്ടൂർ മുരളിയോട് പറഞ്ഞു, അവാർഡിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നുക നമ്മളുടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്ന അവസരം, അത് വലിയൊരു ആഘോഷമായിട്ട് തോന്നും. ഇത് ഒരു പ്രസംഗത്തിൻ്റെ വേദിയാക്കിയിട്ട് ഞാൻ മാറുന്നില്ല. ട്രൂ ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാക്കന്മാരാണ് ഞാൻ, കൊടുങ്ങല്ലൂർ ചന്ദ്രശേഖരൻ വാര്യർ എന്ന് കളിയാക്കി പറയുന്ന CS വാര്യർ. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അംബിക വാരസ്യ, അവരുടെ പ്രിയ പുത്രി ശ്വേത വാര്യർ, ഇവരൊക്കെയാണിത് സ്ഥാപിച്ചത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് CS വാര്യർക്കും അംബിക വാരസ്യാർക്കും നിങ്ങളുടെ പ്രിയ പുത്രി ശ്വേതയ്ക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഡാൻസ് ഇവിടെ താരാവർമ്മയുണ്ട്. നൃത്തകലയിൽ ഏറ്റവും പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിയിട്ടുള്ള ട്രാവൻകൂർ സിസ്റ്റേഴ്സ് രുക്മണി, രാഗിണി, പത്മിനി, ശ്വേത വാര്യരെക്കുറിച്ചും അംബിക വാരസ്യാരെക്കുറിച്ചും പറയുമ്പോഴാണ്
രുക്മിണി, രാഗിണി, പത്മിനി സിസ്റ്റേഴ്സിനെ എനിക്ക് ഓർമ്മ വരുന്നു. അതുപോലെ ഓർമ്മ വരുന്നതാണ് വൈജന്തിമാല, ഹേമാമാലിനി, ശരത്, ആശാ ശരത്, കലാമണ്ഡലം സുമതി മുതലായിട്ടുള്ള നൃത്തകലയിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ. അവരെപ്പോലെ അംബിക വാരസ്യാർക്കും ശ്വേത വാര്യർക്കും പ്രശസ്തിയുടെ കൊടുമുടിയിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പുരസ്കാരം തരാൻ എന്നെയും ഉൾപ്പെടുത്തിയതിൽ ഉള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഇവിടെ വരാൻ ധാരാളം സമയമെടുത്തു. ട്രാഫിക് കുടുക്കിൽപ്പെട്ടതാണ്. 4.5 മണിക്കൂർ ടാക്സിയിലിരിക്കേണ്ടി വന്നു വസായിൽ നിന്ന് ഇവിടെ വരാൻ. അങ്ങനെയാണ് താമസിച്ചത്. എങ്ങനെയായാലും ഇതുപോലെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത വാര്യർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ സൊസൈറ്റിയുടെ പ്രവർത്തകന്മാർക്കും എല്ലാം എൻ്റെ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് എനിക്ക് തന്ന ഈ പുരസ്കാരത്തിനുള്ള സന്തോഷം, അഭിമാനം, ആദരം എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. ഈ കൃഷ്ണേട്ടനെ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ മകനോട് ഞങ്ങളുടെ കൃതജ്ഞത, നന്ദി, സ്നേഹം എല്ലാം രേഖപ്പെടുത്തുന്നു. പറയുമ്പോഴൊക്കെ എൻ്റെ മകൻ ഷാജുവും മരുമകൾ ഷാലിയും അവരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ സൊസൈറ്റിക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവർക്കും ഞാൻ നന്ദി പറയും. സത്യമാണ്, എനിക്ക് പേടിയുണ്ടായിരുന്നു കൃഷ്ണേട്ടന് ഇവിടം വരെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഞാൻ പലതവണ ഷാജുവിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഉറപ്പ് പറഞ്ഞു. ആ സന്തോഷം ഞാൻ ഒന്നും കൂടി പങ്കുവെക്കണു. ശരിക്കും നിറഞ്ഞ സന്തോഷം. അടുത്തതായി സമാജ് സേവക് പുരസ്കാരം നൽകുന്നത് ശ്രീ മോഹൻ നായർക്കാണ്. പുരസ്കാര സമർപ്പണം നടത്തുന്നത് ശ്രീ പി ചന്ദ്രകുമാർ, പുനലൂർ സോമരാജൻ, ട്രൂ ഇന്ത്യൻ പ്രസിഡന്റ് CJ വാര്യർ എന്നിവരാണ്. മീനു മാർട്ട് മോഹൻ നായരെ പരിചയപ്പെടാം. കൊല്ലം സ്വദേശി, 16 വയസ്സു മുതൽ മുംബൈയിൽ ജീവിക്കാനുള്ള ഒറ്റയാൾ പോരാട്ടം. ബിസിനസ് മാനേജ്മെൻറ്റ്, എക്സ്പോർട്ടിൻ്റെ വിവിധ വശങ്ങൾ, ഡിസൈനർ കോഴ്സ് എന്നിവ പഠിച്ചെടുത്തു. 2014 തൻ്റെ മീനു മാർട്ട് ഇമിറ്റേഷൻ കമ്പനി ആരംഭിച്ച് ISO സർട്ടിഫിക്കറ്റ് നേടി. സാമൂഹ്യ സേവനം തൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് തന്നെ അദ്ദേഹം തുടങ്ങി. മീനു ബ്രാൻഡിൻ്റെ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായവരുടെ ആശ്രിതർക്ക് വിദ്യാഭ്യാസ സഹായം, കമ്പനികളിൽ ജോലിക്ക് വിധവകൾക്ക് മുൻഗണന, മെഡിക്കൽ ക്യാമ്പുകൾ, അനാഥാലയത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും മരുന്നും മാത്രവുമല്ല മാനസികോല്ലാസവും വേണമെന്ന് മനസ്സിലാക്കി 300 അമ്മമാർക്ക് കുഞ്ഞാലി മരക്കാർ എന്ന സിനിമ മഹാറാണി എന്ന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കി കൊടുത്തു. വീൽ ചെയറിൽ കഴിയുന്നവർക്കുള്ള ഡാൻസ് ഷോ, മാതൃസൗന്ദര്യം എന്ന പദ്ധതി എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികളുടെ സംഘാടനമാണ് അദ്ദേഹത്തിന് ആദരവ് നൽകുന്നതിൽ ട്രൂ ഇന്ത്യന് വളരെ സന്തോഷമുണ്ട്. 2023 ശ്രീ മോഹൻ നായരെ തേടിയെത്തിയ APJ അബ്ദുൽ കലാം ഭാരത് പുരസ്കാർ അവാർഡിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ആഭരണ നിർമ്മാണം, സാമൂഹ്യ പ്രവർത്തനം, തിരക്കഥാകൃത്ത്, അഭിനേതാവ് എന്നിങ്ങനെ നിരവധി മേഖലകളിലെ മികവിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി അദ്ദേഹത്തെ നമ്മൾ പുരസ്കാരം നൽകി ആദരിക്കുന്നു. വളരെ ധന്യതാർന്ന നിമിഷം. നമ്മൾ പതിവിന് വിപരീതമായിട്ട് ഇത്തവണ ചായ മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ ചെറിയൊരു ഭക്ഷണം കൂടി കരുതിയിട്ടുണ്ട് അപ്പുറത്ത്. അല്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും കൂടി വയസ്സായി തുടങ്ങി. അപ്പോൾ വയസ്സായ ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഭക്ഷണം അപ്പുറത്ത് കരുതിയിട്ടുണ്ട്. അപ്പോൾ ആരും പരിഭ്രമിക്കേണ്ട, പുറത്തു പോയി കഴിക്കേണ്ടി വരില്ല. ചെറിയ ഭക്ഷണം അപ്പുറത്തുണ്ട്, അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.